തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇവിടെയും BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. BJPയെ അധികാരത്തിലേറ്റരുതെന്ന് LDFും UDFും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനൊരു സഹകരണ മുന്നണി ഉണ്ടായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്നാണ് ഇരു കൂട്ടർക്കും ആശങ്ക. വോട്ട് ചോർന്നത് ആരുടെ പെട്ടിയിൽ നിന്ന് എന്ന തർക്കവും ഇരു മുന്നണികൾക്കുമിടയിലുണ്ട്. മധ്യകേരളത്തിൽ BJP ഏറ്റവും ശ്രദ്ധ ചെലുത്തിയ നഗരസഭയാണ് തൃപ്പൂണിത്തുറ. എ ക്ലാസ് നഗരസഭയെ കണക്കാക്കി കാടിളക്കിയുള്ള പ്രചരണത്തിനൊടുവിൽ BJP താമരക്കൊടി പാറിച്ചു. കേവല ഭൂരിപക്ഷം കടക്കാതെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP മാറിയപ്പോൾ നഗരസഭയുടെ ഭരണം ഇനി ആര് കൈയാളുമെന്നാണ് അറിയേണ്ടത്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ആകെയുള്ള 53 സീറ്റിൽ 21 സീറ്റിലും ജയിച്ചത് BJP. രണ്ടാം സ്ഥാനത്തെത്തിയ LDF നേടിയത് 20 സീറ്റ്. 12 സീറ്റുകൾ നേടിയ UDF എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനനുസരിച്ചിരിക്കും ഭരണം. ഇടത് സ്വാധീന മേഖലകളിലെല്ലാം BJP കടന്നുകയറി. ടൗൺ, തെക്കുംഭാഗം എന്നീ മേഖലകളിൽ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞത് BJPക്ക് 21 സീറ്റിലെത്താൻ കാരണമായി. ഏരൂർ, തിരുവാങ്കുളം മേഖലയിൽ നിന്നുള്ള മുന്നേറ്റമാണ് UDF 12 സീറ്റ് നേടി നില മെച്ചപ്പെടുത്തിയത്. ഭരണത്തിലെത്താൻ LDFന് കോൺഗ്രസ് സഹായം തേടുകയില്ലാതെ മറ്റു വഴിയില്ല. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ UDFും LDFും ഇനി ഒന്നിക്കണം. പ്രാദേശിക തലത്തിൽ ഈ വികാരം ഉയരുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നീക്കുപോക്ക് വേണ്ട എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. നഗരസഭയിൽ BJP മുന്നേറ്റത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് CPM ആരോപിക്കുന്നു. വാർഡ് തലത്തിൽ 2020-മായുള്ള വോട്ട് വ്യത്യാസം ഉയർത്തിക്കാട്ടിയാണ് CPIന്റെ ആരോപണം. യഥാർത്ഥത്തിൽ തൃപ്പൂണിത്തുറയിൽ നടന്നിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന സമീപനം BJPയും കോൺഗ്രസും ചേർന്ന് ഒരുപോലെ എടുത്തു. അതിനവർ പരസ്പരമായ ഒരു ധാരണയും കണ്ടു. വാർഡ് 44 BJP 35 വോട്ടിന് ജയിച്ച വാർഡാണ്. അവിടെ 2020 UDFന് 421 വോട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ 286 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ 3 പേരും ഒപ്പത്തിനൊപ്പം നിന്ന് മത്സരിച്ചുകൊണ്ടിരുന്നതാണ്. 407 വോട്ട് അന്ന് ഞങ്ങൾ ജയിക്കുമ്പോഴും അന്ന് കോൺഗ്രസിനുണ്ട്, അല്ല BJPക്കും ഉണ്ട്. അതുകൊണ്ട് 10-15 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമുള്ളപ്പോൾ ടൈറ്റ് മത്സരം നടക്കുന്ന അവിടെ ഞങ്ങളെ തോൽപ്പിക്കുക എന്നൊരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളത് കാണാൻ കഴിയും. CPMനെ പിന്തുണച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന അഭിപ്രായത്തിലാണ് DCC നേതൃത്വം. CPMന്റെ ഏറ്റവും എക്കാലത്തും ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശത്ത് BJPയുടെ കൗൺസിലർമാരാണ് ജയിച്ചു വരുന്നത്. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകൾക്ക് അഭയം നൽകിയ ഒരു സ്ഥലം കൂടിയാണ് ഇരുമ്പനം. CPMന്റെ പാർട്ടി ശക്തി കേന്ദ്രമാണ്. കണ്ണൂർ പോലെ ഒരു ശക്തി കേന്ദ്രമായ ഒരു പ്രദേശം, കണ്ണൂരിലെ DP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം കാരായി രാജനും ചന്ദ്രശേഖരനും ഒക്കെ അഭയം നൽകിയ ഒരു കേന്ദ്രത്തിൽ BJP ജയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ CPMന്റെ കൈകൾ തന്നെയാണ്. ഭൂരിപക്ഷമില്ലാത്ത നഗരസഭാ ഭരണത്തിനാണ് സാധ്യത തെളിയുന്നത്. പരാജയപ്പെട്ട പല ഡിവിഷനിലും പരിശോധിക്കുമ്പോൾ CPMന് അവിടെ വളരെ വോട്ട് കുറവാണ്. CPM വ്യാപകമായിട്ട് വോട്ട് മറിച്ചു കോൺഗ്രസിനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ NDA പരാജയപ്പെട്ടത്. തൃപ്പൂണിത്തുറയിലും അതുതന്നെയാണ് സംഭവിച്ചത്. തൃപ്പൂണിത്തുറയിൽ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് NDAയുടെ നേതാക്കന്മാർ, കാരണം വളരെ നേരത്തെ തന്നെ തൃപ്പൂണിത്തുറയിൽ ഒരു താമര തരംഗം NDA BJP ഭരിക്കും, NDAയുടെ മുന്നേറ്റമുണ്ട് എന്ന് കണ്ടുകൊണ്ട് രണ്ടു കൂട്ടരും വളരെ നേരത്തെ തന്നെയുള്ള സഖ്യം രണ്ടു കൂട്ടരുള്ളതാണ്. കോൺഗ്രസും CPM തമ്മിൽ വലിയ സഖ്യമുള്ളതാണ്. രഹസ്യമായ സഖ്യം പരസ്യമായതാണ് തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇത്രയും വലിയ പ്രതിസന്ധികൾക്കൊടുവിൽ രണ്ടു കൂട്ടരും ഒരുമിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൻ്റെ പേരിലാണ് വികസനം എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ വിജയമാണ് തൃപ്പൂണിത്തുറയിലും കൊച്ചിയിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. BJPയുടെ PL ബാബു, U മധുസൂദനൻ എന്നീ പേരുകളാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തൃപ്പൂണിത്തുറയിൽ എടുക്കുന്ന എന്ത് തീരുമാനവും നിലപാടും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. മധ്യകേരളത്തിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് തൃപ്പൂണിത്തുറ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.